നമുക്ക് വീണ്ടും കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ശക്തീകരിച്ച വലിയ കരുണയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്തു. ഇന്ന് സഭയായി നവീകരണ ഞായറായി കൊണ്ടാടുന്ന ഒരു ദിവസം കൂടിയാകുന്നുവല്ലോ. സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു ദിവസമാണ്. നവീകരണത്തിൻ്റെ അനുഭവത്തിലൂടെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ പുതുക്കിയതിൻ്റെ വലിയ സന്തോഷം കൊണ്ടാടുന്നതായ അനുഭവം. ഏകദേശം 190 വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ ഒരു ഞായറാഴ്ച 15 നോയമ്പ് പൂർത്തീകരിക്കുന്ന ആ ദിവസം ആണ് ഈ നവീകരണത്തിൻ്റെ ആരംഭം തുടങ്ങുന്നത്. പ്രത്യേകിച്ച് 15 നോയമ്പിനോട് ചേർന്നാണ് ആദ്യമായി നവീകരണത്തോട് ചേർന്ന് മലയാളത്തിൽ നമ്മുടെ പ്രൊമിയോനും സദ്രയും ചൊല്ലിക്കൊണ്ടാണ് നവീകരണത്തിൻ്റെ തുടക്കം കുറിക്കുക. എന്നാൽ അത് പലപ്പോഴും അതിന് മുമ്പേ അതിൻ്റെ കാര്യങ്ങൾ ആരംഭിച്ചുവെങ്കിലും അതിൻ്റെ ദൃശ്യമായൊരു ആവിഷ്കാരം എന്നാണ് ഉണ്ടാകുന്നത്. 15 നോമ്പ് ആരംഭിക്കുന്നതെന്ന് കൈരൽ ഗീവഗീസ് മൽപ്പാൻ കോട്ടയത്ത് ഇപ്രകാരം ആദ്യമായി ഒരു ആരാധന മധ്യേ ഇപ്രകാരം മലയാളത്തിൽ ചൊല്ലി. അതിൻ്റെ പരിണതഫലം ഏറെ പ്രയാസമർഹിക്കുന്നതായിരുന്നു. ഏറെ പാടുകൾ അദ്ദേഹത്തിന് പെടേണ്ടി വന്നു. അദ്ദേഹം വളരെ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. എന്നാൽ 15 നോമ്പ് വീടുന്ന സമയം എബ്രഹാം മൽപ്പാൻ മാരാമൺ പള്ളിയിൽ വെച്ച് ഇപ്രകാരം ഇതേ അനുഭവം ഈ പ്രൊമിയോനും സദ്രയും മലയാളത്തിൽ ചൊല്ലി അത് ആ സഭ സ്വീകരിച്ചു. അങ്ങനെയാണ് ഒരു പുതിയ നവീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക. നമ്മൾ ഈ ചരിത്രത്തിലേക്ക് നോക്കി നമ്മൾ പറഞ്ഞിട്ട് നവീകരിക്കപ്പെട്ട സഭയാണ് നമ്മുടെ സഭയെന്ന് പറയുമ്പോഴും ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ വചനവുമായി ബന്ധപ്പെട്ട് നവീകരണം ഓരോ നിമിഷവും ഉണ്ടാകുമ്പോഴാണ്, സംഭവിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹീതമായ ജീവിതം നയിപ്പാൻ, പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുക. അതിനോട് ചേർന്ന് നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുന്ന വിഷയം നവീകരണം, പുതുക്കത്തിനായുള്ള വിളി, റിഫർമേഷൻ, എ കോൾ ഫോർ റിന്യൂവൽ എന്നുള്ളതാണ്. അതിന് ആസ്പദമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. നാം ഇന്ന് ഏവൻഗേലിയനായി വായിച്ചു കേട്ട വേദഭാഗം ആയതുകൊണ്ട് വീണ്ടും വായിക്കുന്നില്ല. നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ ഓരോ നിമിഷവും പുതുക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പുതുക്കപ്പെടുന്ന ജീവിതം നയിപ്പാൻ തക്കോണം ഞങ്ങളെ നീ ഇടയാക്കുമാറാകണമേ. ക്രിസ്തുവിനോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ, ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവിൻ്റെ കൃപയോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ തക്കോണം ബലഹീന അടികളെ ഇടയാക്കുമാറാകണമേ. വചനധ്യാനം ഞങ്ങൾ താണിരിക്കുമ്പോൾ അടുത്ത് വ്യക്തമായി ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുമാറാകണമേ. വചനധ്യാനം ഞങ്ങളുടെ ഹൃദയാത്മീക പരിപോഷണത്തിന് ഉതകുന്നതായി തീരുവാൻ തക്കോണം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറയ്ക്ക് ജനത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗമേന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപാടുകൾ അനുഭവിപ്പാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയത്തോട് നീ സംസാരിച്ചുകൊണ്ടിരിക്കുമാറാകണമേ. വചനം പറയാൻ ബലഹീന അടിയനെ അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് എല്ലാ കൃപകൾക്കായി സ്തോത്രം. സകലവും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. നമ്മളിന്ന് വായിച്ചു കേട്ട ഏവൻഗേലിയൻ ഭാഗം അത് ഒരു വലിയ, പ്രത്യേകിച്ച് യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗത്തിൽ യേശു പറഞ്ഞ ഒരു ചെറിയ 3 വാക്യങ്ങളാണ്. അത് പെട്ടെന്ന് നോക്കുമ്പോൾ 2 ഉപമകൾ ചേർന്നെങ്കിലും നമുക്ക് ഇച്ചിരി പ്രയാസമാണ് അതിന് മനസ്സിലാക്കുവാൻ. സിമ്പിളാണെങ്കിൽ തന്നെ എന്താണ് അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഭാഗം പശ്ചാത്തലം പരിശോധിക്കുന്ന സമയത്ത് യേശു കർത്താവ് ചുങ്കക്കാരനായ ലേവിയുടെ ഭവനത്തിൽ അത്താഴത്തിൽ ഇരിക്കുകയും അതിനോട് ചേർന്ന് നടക്കുന്നതായ സംഭാഷണങ്ങളാണ് നമ്മൾ ഇവിടെ കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക. അതിനോട് ചേർന്ന് പല കാര്യങ്ങൾ യേശു കർത്താവ് സംസാരിക്കുന്നു. പ്രത്യേകിച്ച് ഉപവാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അവിടെ പറയുന്നുണ്ട് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നുണ്ട്. പരീശന്മാർ യേശുവോട് ചോദിച്ചതാണ്, എന്നാൽ നിന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നില്ല? ഉപവസിക്കുന്നു. ഇങ്ങനെയുള്ള ഡിസ്കോസുകൾ, സംവാദങ്ങൾ പരീശന്മാരുമായി നടന്ന ശേഷമാണ് യേശു അവരോട്, പ്രത്യേകിച്ച് പരീശന്മാരോട് ഇത് പറയുവാൻ തക്കോണം ഇടയാണ്.
നമുക്കറിയാം വേദപുസ്തകത്തിൽ തന്നെ യഹൂദന്മാരുടെ കൂട്ടത്തിൽ പരീശന്മാർ എന്ന് പറയുന്ന വിഭാഗം വളരെയധികം അല്ലെങ്കിൽ ന്യായപ്രമാണം വ്യാഖ്യാനിക്കുകയും ആ ന്യായപ്രമാണം അതേപോലെ അനുസരിക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരാണ് ഫരീശൻ. പല വിഭാഗങ്ങൾ ശാസ്ത്രിമാരെന്ന് പറയുന്ന മറ്റുള്ളവരുടെ ഉണ്ടെങ്കിൽ തന്നെയും ന്യായപ്രമാണം അത് ജീവിതത്തിൽ പകർത്തുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഒരു പ്രശ്നം അവിടെ ജീവിതത്തിൽ ഉണ്ടായത് യേശു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് പലപ്പോഴും നമ്മുടെയും വിശ്വാസ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത ഏറെയുണ്ട്. വർഷങ്ങളായി ഇത് ആചരിച്ച് ഇത് പോകുന്ന സമയത്ത് പലതും വെറും ആചരണങ്ങൾ മാത്രമായി അങ്ങ് മാറുകയാണ്. അവിടെയാണ് പറയാം, നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോമ്പ് നോക്കുന്നുണ്ട്, നിങ്ങൾ ശബത്ത് ആചരിക്കുന്നുണ്ട്, പക്ഷേ എല്ലാം എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം അവരോട് ഉന്നയിക്കുകയാണ്. പലപ്പോഴും നമ്മുടെയും വിശ്വാസ ജീവിതത്തിൽ ഇത് സംഭവിക്കാറുണ്ട്, അല്ലേ? നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ എന്താണ് എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എല്ലാ ഞായറാഴ്ചയും പങ്കെടുക്കാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പ്രേയേഴ്സും നമുക്ക് എന്താണ്? മനപ്പാടമാണ്. എന്താണ് തിരിച്ചു ചൊല്ലേണ്ടത് നമുക്ക് അറിയാമല്ലേ? നമുക്ക് പുസ്തകത്തിൻ്റെ ആവശ്യമില്ല, നമ്മൾ മനപ്പാടാണ്. വർഷങ്ങളായി നമ്മൾ ഇതിനെ സംബന്ധിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഈ പരിചയം കൂടുമ്പോൾ അതിനോടുള്ള എന്തോ കുറയാൻ സാധ്യതയുണ്ട്. നമ്മൾ സംബന്ധിക്കുന്ന ആരാധനയോടുള്ള പ്രാധാന്യം, അത് എത്രമാത്രം വിശുദ്ധമെന്ന് നമുക്ക് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഇത് ചിലപ്പോൾ ഇത് അത്തരത്തിൽ പോകുവാൻ സാധ്യതയുണ്ട്. അവിടെയാണ് പറയുക, നമ്മുടെ പരിചയം അത് വെറും ആചരണമായി അത് മാറാതെ ഓരോ വിശുദ്ധ കുർബാനയിലും ഞാൻ സംബന്ധിക്കുമ്പോൾ, ഞാൻ അതിൻ്റെ ഭാഗമായി തീരുമ്പോൾ, യേശു കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകൾ അനുഭവിപ്പാൻ തക്കോണം, അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ തക്കോണം നമുക്കിടയായി തീരണം. ഓരോ നിമിഷവും ഞാൻ വിശുദ്ധ കുർബാനയുടെ ഭാഗമായി തീരുമ്പോൾ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ആ സഫറിങ് അതിനെ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരുമ്പോഴാണ് ഇത് ഇത്രമാത്രം വലിയ ഒന്നാണ് എൻ്റെ തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം ഇടയാക്കാം. എത്രമാത്രം വലിയ ഒന്നാണ് അവൻ തൻ്റെ ലൈഫ്, ജീവൻ, ഫോർ സേക്ക് ഓഫ് മീ, എനിക്ക് വേണ്ടി അവൻ തന്നു. എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ തൻ്റെ ജീവൻ തന്നു എന്ന ആ വലിയ ബോധ്യം ഓരോ വിശുദ്ധ കുർബാനയിലും അനുഭവിപ്പാൻ, അതിലൂടെ നിത്യതയുടെ അനുഭവം ദൈവം തമ്പുരാൻ എനിക്ക് ഫ്രീ ആയി സൗജന്യമായി നൽകിയെന്ന ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്, ആ വലിയ അനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന നമുക്ക് അർത്ഥവത്തായി അനുഭവിപ്പാൻ തക്കോണം ഇടയായിത്തീരുക. അല്ലെങ്കിൽ എല്ലാ ദിവസവും വന്ന് കുർബാന കൊണ്ട് മടങ്ങിപ്പോകാൻ അപ്പുറത്തേക്ക് അതൊരു ജീവിതത്തിൻ്റെ അനുഭവമായി മാറുവാൻ തക്കവണ്ണം ഇടയാകില്ല. അവിടെയാണ് യേശു തമ്പുരാൻ ഈ രണ്ട് ഉപമകളിലൂടെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ നാം ഓരോ നിമിഷവും വചനാനുസരണം നിലനിൽക്കേണ്ടത് എന്ന് ഓർപ്പിക്കുകയാണ്. എന്നോട് ചേർന്ന് വളരെ പെട്ടെന്ന് ചെറിയ 3 ചിന്തകൾ പങ്കിട്ട് അവസാനിപ്പിക്കാത്ര ആഗ്രഹിക്കാം. അതിൻ്റെ 36-ാമത്തെ വാക്യം വേഴ്സ് 36 വായിക്കുമ്പോൾ യേശുവിൻ്റെ ഒരു പാരബിളാണ്, ഒരു ഉപമ അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞാണ് തുടങ്ങുക. ആരും കോടിത്തുണിക്കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടം പഴയതിനോട് ചേരാതെ ഇരിക്കുകയും ചെയ്യും. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ഒന്നാണ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വില കൂടിയ ഒരു വസ്ത്രം കീറിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ കീറലുണ്ടായി നമ്മൾ എന്ത് ചെയ്യും? നമ്മളതിനെ സ്റ്റിച്ച് ചെയ്യും, അല്ലേ? തുന്നി ചേർത്ത് എന്ത് ചെയ്യും? നല്ലതാക്കി വയ്ക്കും, അല്ലേ? എന്നാൽ അങ്ങനെ തുന്നിച്ചേർക്കാൻ പറ്റാത്തൊരു ഇച്ചിരി വലിയ കീറലാണ് എന്നാൽ നമുക്ക് ആ വസ്ത്രം ഉപേക്ഷിക്കാൻ മനസ്സിലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിനോട് സമാനമായ ഒരു നിറമുള്ള ഒരു വസ്ത്രം കണ്ടെത്തി അത്രയും ഭാഗം നമ്മൾ കീറി അതിനകത്ത്, കാരണം അത്രമാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്ടപ്പെടുന്നുണ്ട്, പ്രിയപ്പെടും. അത് നഷ്ടപ്പെടുത്താൻ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. അപ്പോൾ സാധാരണ ചെയ്യുന്ന ഒന്നിനെ യേശു കർത്താവ് പറയുകയാണ്, ഒരു കാരണവശാലും പുതിയതിന്
പഴയതിനോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം, നിർത്താം അല്ലേ. ദൂരെ നോക്കുമ്പോൾ ഒരേപോലെ നിറവാണ്, പക്ഷേ അതിൻ്റെ ഫാബ്രിക് രണ്ടാണ്, അതിൻ്റെ ടെക്സ്ചർ രണ്ടാണ്. ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല, അത് ചേർത്ത് വയ്ക്കുവാനായി നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് വചനം നമ്മളെ ഓർപ്പിക്കുന്നത് ഒട്ടിക്കലല്ല, ചേർത്ത് വയ്ക്കലല്ല, പുതിയ മാതൃകയാണ് നമുക്ക് ആവശ്യം. എ ന്യൂ പാറ്റേൺ, നോട്ട് എ പാച്ച്. ഇതാണ് വചനം നമ്മെ ആദ്യമായി എന്ത് ചെയ്യുക, ഓർപ്പിക്കുക. നാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ, ദൈവവചനത്തിൻ്റെ മുൻപാകെ നാം നമ്മുടെ ജീവിതങ്ങളെ ഇറക്കി വെക്കുമ്പോൾ, വേദപുസ്തകം നമ്മുടെ മുമ്പിൽ ഒരു മിററായി നിൽക്കും, ഒരു കണ്ണാടിയെ നമുക്ക് കാണാനായിട്ട്. എന്താ കണ്ണാടിയുടെ പ്രത്യേകത? 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു മീറ്റിംഗിൽ, എഡോമിഷൻ്റെ മീറ്റിംഗ് പങ്കെടുത്തവർക്കാണെങ്കിൽ ഇതേ ചോദ്യം ഞാൻ അന്നും ചോദിച്ചായിരുന്നു. എന്താ കണ്ണാടിയുടെ പ്രത്യേകത? കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ ഇന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കാതെ ആരെങ്കിലും വന്നവരുണ്ടോ ഇവിടെ? ഒരു മിനിറ്റെങ്കിലും നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കും. നിന്നിട്ടാണോ വന്നത്? എന്തിനാ പോയി നിന്നെ? നമ്മളെ കാണല്ലേ, നമ്മുടെ ഔട്ട്ഫിറ്റ് എല്ലാം കൃത്യമാണോ എന്ന് തെറ്റല്ല, നമ്മളാണ് നമ്മുടെ പോകാം. എന്നാൽ പറയുന്നു, നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ആ മിററിൽ കാണുന്നത് നമ്മളെ മാത്രമാണ്. നമ്മളെ മാത്രമാണോ കാണാറുള്ളത്? എന്തൊക്കെ നമ്മുടെ പുറകിലുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ കാണാം. പക്ഷെ നമ്മളെ മാത്രം നമ്മൾ എന്തെങ്കിലും ഇന്ന് കണ്ടുള്ളൂ അല്ലേ. പുറകിലുണ്ടായിരുന്ന പൂവിൻ്റെ മാറി നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മളെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുക അതാണ് പ്രാധാന്യം. When we read the Bible, when we read the word of God, we should focus ourselves. നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ഉണ്ടാകാറുള്ളത്, നാം ദൈവവചനത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ നാം മറ്റെല്ലാത്തിനോടും എന്ത് ചെയ്യും? നമ്മൾ പലപ്പോഴും നമ്മളെ വ്യക്തിപരമായി കാണുവാൻ നമ്മൾ സാധാരണ ശ്രമിക്കാറില്ല. എന്നാൽ നമ്മളെ ദൈവവചനത്തിന് മുമ്പാകെ കാണുവാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ കണ്ണാടിയിൽ കാണുന്നത് പോലെ എനിക്ക് കുറച്ചുകൂടെ അവിടെയൊക്കെ ഭംഗിയാക്കാനുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില മാറ്റങ്ങളെ വേദപുസ്തകം, ദൈവവചനം നമ്മളോട് പറഞ്ഞു തരും അല്ലേ. നമ്മൾ എന്താ ചെയ്യുക? പെട്ടെന്ന് നമ്മൾ കണ്ണാടിയിൽ മുമ്പിൽ പോയി പെട്ടെന്നൊരു സ്കാർ കണ്ടു, നമ്മൾ എന്ത് ചെയ്യും? ഇത് അവിടെ എഴുതോട്ടെന്ന് വിചാരിക്കും. ഇല്ല, നമ്മൾ അതിനെ എന്ത് ചെയ്യും? നമ്മളാൽ പറ്റുന്ന രീതിയിൽ അതിനെ വായിക്കാനായിട്ട് ശ്രമിക്കുക അല്ലേ, പറ്റുന്ന രീതിയിൽ. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം മടങ്ങി വരുമ്പോൾ ആ സ്കാർ അവിടെ തന്നെ നമ്മൾ ഈ എല്ലാ ദിവസവും ഇങ്ങനെ വായിക്കാൻ ശ്രമിച്ചത് മാറുമോ? ഇല്ല. എപ്പോഴത് മാറുന്നത്? അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി അതിനെ ഇത് ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട് മാറാനായിട്ട്. പലപ്പോഴും നമ്മുടെ പ്രശ്നം, നാം ദൈവവചനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ചില ചെറിയ കാര്യങ്ങൾ, അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്ത് നമ്മൾ മുൻപോട്ട് പോകുന്ന വേദപുസ്തകം പറയുന്നു, ഒരു അഡ്ജസ്റ്റ്മെന്റും ദൈവത്തിന് മുൻപാകെ പുതുക്കപ്പെടലല്ലാതെ, വീണ്ടും ജനനമല്ലാതെ, ദൈവസത്തിൽ എന്നെ തന്നെ താഴ്ത്തി വയ്ക്കുന്നതല്ലാതെ, ന്യൂ ബോൺ അല്ലാതെ ഒന്ന് ദൈവത്തിന്റെ മുൻപിൽ ഇല്ല. എൻ്റെ ജീവിതത്തെ ദൈവവചനത്തിന് മുൻപ് ഇറക്കി വെച്ച് അവിടെ പുതുക്കപ്പെടലിന്റെ അനുഭവം, ഒരു റിഫോർമേഷന്റെ അനുഭവം, റിന്യൂവലിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് ദൈവവചനം പറയുന്നത് ദൈവത്തിന് അനുഗ്രഹീതമായ അനുഭവമായി തീരുവാൻ തക്കവണ്ണം ഇടയെ തീരുക. പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. രണ്ടാമതായി ഈ ഭാഗം നമ്മെ ഓർപ്പിന്റെ 37ഉം 38ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിന്റെ പുതിയ വീഞ്ഞ് സ്വീകരിക്കുക. അവിടെ പറയുന്നു, എംബ്രൈസ് ദ ന്യൂ വൈൻ ഓഫ് ദ സ്പിരിറ്റ്. നാം താപ്പോട്ട് വായിക്കുന്ന സമയത്ത് അവർ രണ്ടാമത്തെ ഉപമയാണ് പറയുക. രണ്ടാമത്തെ ഉപമ പറയുന്നത് പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ വെക്കണം, പഴയ തുരുത്തിയിൽ വെച്ചത് എന്ത് ചെയ്യും? അത് പൊളിഞ്ഞു പോകും. ഇത് പറയുന്നത് തീർച്ചയായും ഒരു ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ഉപമ പറയുക. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ വൈൻ പ്രിസർവ് ചെയ്യുന്നത് മൃഗത്തിന്റെ തോല് കൊണ്ടുണ്ടാക്കുന്ന ഒരു ബോട്ടിലാണ്, പ്രത്യേകതരം ഇതിൻ്റെകത്താണ് അത് സൂക്ഷിച്ചു വയ്ക്കുക. അത് പഴക്കമുള്ളതാണ്. അത് മൃഗത്തിന്റെ തോല് ഉണക്കി അത് ലെതർ കൊണ്ട് അവർ തയ്ച്ച് ഉണ്ടാക്കുന്ന പ്രത്യേകതരമായിട്ടുള്ള രീതിയിലാണ് സൂക്ഷിച്ചിരുന്നത്. അത് പഴകും. എന്നാൽ പുതിയ വീഞ്ഞ് പഴകുന്ന സമയത്ത് അത് പലപ്പോഴും എന്തെയും നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുപ്പിയിൽ പകർന്നു വെക്കുന്ന ഓർത്താൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഇത് ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു കർത്താവ് അത് പറയുവാനായിട്ട് ശ്രമിക്കുക. വൈൻ്റെ പ്രത്യേകത എന്താ?
വൈൻ്റെ പ്രത്യേകത എന്താ? അത് പഴകുന്തോറും എന്ത് ചെയ്യും? അതിന്റെ ടേസ്റ്റ് കൂടും, വീര്യം അത് എന്ത് ചെയ്യും? അത് ഫെർമെന്റ് ചെയ്തുകൊണ്ടേ എനിക്ക് ഫെർമെന്റേഷൻ അവസാനിക്കില്ല. ഓരോ കഴിയുന്തോറും എന്ത് ചെയ്യും? അതിന്റെ ഫെർമെന്റേഷന്റെ പ്രോസസ്, അതിന്റെ വീര്യം കൂടിക്കൊണ്ടേ. അപ്പോൾ അതിന്റെ അകത്തൊരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻ തീർച്ചയായും അതിനെ ഉൾക്കൊള്ളുന്ന ഈ തുകൽ സഞ്ചിയും ലെതറിനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു പുതിയത് അതിലേക്ക് പകരുമ്പോൾ എന്ത് ചെയ്യും? ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഈ കുപ്പി ചൂടുവെള്ളം നല്ല ചൂടെടുത്ത് പെട്ടെന്ന് തണുത്ത വെള്ളം ഒഴിച്ചാൽ എന്നാ പറ്റും? നല്ല ചൂട് വെള്ളം ഇരുന്ന കുപ്പിക്കകത്തോട്ട്, കുപ്പി പാത്രത്തിനകത്തോട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചാൽ എന്നാ പറ്റും? ആ കുപ്പി പൊട്ടും അല്ലേ? വെള്ളം ഒഴിച്ചത് വെള്ളം തന്നെയാണ് ഒഴിച്ചത്, പക്ഷേ അതിൻ്റെ വ്യത്യാസം അതെന്ത് ചെയ്തു? അതിനെ ബ്രേക്ക് ചെയ്യാൻ കാരണമായി. അതേപോലെ തന്നെയാണ് ഇവിടെ പറയുക. അതിന് സാധ്യതയുണ്ട്. അതനുസരിച്ചാണ് നമ്മളോട് പറയുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ പഴയ സെൽഫിനെ, പഴയതായ നമ്മുടെ സെൽഫിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായി സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുക, എൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് യേശു കർത്താവിനെ ധരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കിയിട്ടുണ്ട്. നമ്മുടെ പഴയ സെൽഫ് വെച്ച് ഒരിക്കലും നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കാൻ സാധ്യമല്ല. എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ ഉപേക്ഷിച്ച പുതുമയുടെ അനുഭവത്തിൽ, പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് അനുഗ്രഹീതമായ ക്രൈസ്തവ ജീവിതം നമുക്ക് നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുക. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അവസാനമായി എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്, ക്രിസ്തുവിലുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യത്തിനായി നമ്മെ തന്നെ ഒരുക്കണം. റിന്യൂവൽ ഫോർ ദ ട്രൂ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. 38ാമത്തെ വാക്യം നാം വായിക്കുന്ന സമയത്ത് വളരെ നമ്മളെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന വാക്യമാണ്. നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ തോന്നുന്നു, എന്നാൽ വളരെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് അതിൻ്റെ 38, 39. ഞാൻ 39ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചുകൊള്ളട്ടെ. പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നില്ല, പഴയത് ഏറെ നല്ലത് എന്ന് പറയും. ഏതാ നല്ലത്? ഇത്രയോ പറഞ്ഞ യേശു പറഞ്ഞത് പഴയതാണ് കുടിച്ചിട്ട് എന്ത് ചെയ്യും? പഴയതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ നല്ല ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു പള്ളിയിൽ ഒരു കൺവെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നായി? പള്ളിയിൽ ഒരു കൺവെൻഷൻ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രതികരിക്കുന്നത്? കൺവെൻഷൻ ഉണ്ട് അതോടെന്ന് പറയും ഇല്ല. പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നാട്ടിലായ സമയത്ത് നിങ്ങൾ വാഹന സൗകര്യം ഇല്ലാത്ത സമയത്ത് ഏറെ കഷ്ടപ്പെട്ട് നടന്ന് പള്ളിയിൽ പോയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എന്തിനു വേണ്ടിയാ? ദൈവവചനം കേൾക്കാനുള്ള. ഇന്ന് കൺവെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാലോ, കൺവെൻഷൻ ഇനി എങ്ങനെ വേണോ, അതിങ്ങനെ വേണോ, അങ്ങനെ വേണോ എന്നുള്ള ഒത്തിരി ചിന്ത നമുക്കല്ലേ. എന്താ പ്രശ്നം? അന്നുണ്ടായിരുന്നു ഇതൊക്കെ തന്നെയല്ലേ കേട്ട്, ദൈവവചനമാണ് കേട്ടല്ലേ. എന്നാൽ ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താ നമ്മുടെ കുഴപ്പം? നമ്മൾ പഴകി അല്ലേ ചില കാര്യങ്ങളിൽ. എന്നാൽ ഓരോ നിമിഷവും പുതുക്കം ഉണ്ടാകുന്നിടത്താണ്. ഞാൻ കുറച്ചുകൂടെ ഞാൻ ഈ കൊമ്പാടി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പോകുന്ന സമയം, എൻ്റെ വീട്ടിലോട്ട് വാഹനത്തിൽ പോകുന്ന സമയത്ത് അവിടെ നല്ലൊരു സ്ട്രോങ് ഈ ഓർത്തഡോക്സ് ബെൽറ്റാണ് വാഗയാർ സ്ഥലം എന്ന് പറയുന്നത്. അവിടെ നല്ല വലിയ ഓർത്തഡോക്സ് പള്ളികളൊക്കെ ഉണ്ട്. ഞാനൊരിക്കലും ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു ഓർത്തഡോക്സ് പള്ളിയിലെ അവിടുത്തെ പെരുന്നാൾ നടക്കുകയാണ്. അവരൊരു റാസ പ്രധാനപ്പെട്ട ഒന്നാണ് റാസ. ഇപ്പോൾ പോകുന്ന സമയത്ത് ഒരു പള്ളിയിലെ റാസ നടക്കുന്നു. വണ്ടികളെല്ലാം ബ്ലോക്കാണ്, പെതുക്കെയാണ് പോകുന്നത്. ഞാൻ നോക്കിയപ്പോൾ റാസയിൽ പങ്കെടുക്കുന്നവർ കൊച്ചു കുഞ്ഞു തൊട്ട് പ്രായമായി ഒരുമാതിരി എന്താ പറയുന്നത് നടക്ക ആ ഒരു അവസ്ഥയിൽ വന്ന പ്രായമുള്ള അപ്പച്ചന്മാർ മുതൽ അമ്മച്ചിമാർ മുതൽ കൊച്ചു കുഞ്ഞു വരെ ഇവിടെ ഉണ്ട് റാസയിൽ. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ദൈവമേ, മർത്തോമക്കാരിങ്ങനെ കാണാൻ ചെയ്തതിന് പകുതി പേര് നടക്കും, പകുതി പേര് വണ്ടിയിൽ പോകും, പകുതി പേര് വിളിക്കും. അപ്പോൾ അത് പറയുന്നത് ശ്രമിച്ചത്, ഞാൻ ഇതിൻ്റെ അകത്ത് പങ്കെടുക്കണം എന്നത് അവരുടെ ആരോഗ്യമല്ല പ്രശ്നം. അവരുടെ ആരോഗ്യത്തെക്കാൾ ഉപരി ഞാൻ ഇതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. നമുക്ക് പുതുക്കം വന്നു. പക്ഷേ ഇന്നൊരു പക്ഷേ നാം അവിടെ ആയിരുന്നെങ്കിലും ഒരു പക്ഷേ നാം ഇന്ന് നവീകരണത്തിന് ആ അവസ്ഥയിലായി നമ്മൾ ഒരു പക്ഷേ പോയേനെ.
അല്ലേ? നമുക്കേറെ പറയാൻ ശ്രമിക്കുന്നത് നമുക്കേറെ ഇഷ്ടം പഴയതിനോട് ചേർന്ന് നിൽക്കാനാണ്. എന്നാൽ പുതുക്കപ്പെടലിലാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുഭവിപ്പാൻ തക്കോണം നമുക്ക് ഇടയെത്തിരിക. വേദപുസ്തകം അത് കൃത്യമായി നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മളെ പലപ്പോഴും നാം പാപത്തിൽ നിന്ന് വിടുതൽ നേടി യേശു കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുന്നുവെങ്കിലും പാപത്തിൻ്റെ പഴയ അനുഭവത്തിലേക്ക് നമ്മെ വലിച്ചെടുക്കുന്ന വലിയ അനുഭവം ചുറ്റുപാടുമുണ്ട്. അതുകൊണ്ട് ഈ ബോധ്യം ഓരോ നിമിഷം ഉണ്ടാകണം. എനിക്കിഷ്ടം പഴയതിൻ്റെ അനുഭവത്തിൽ നിൽക്കുവാനാണെങ്കിൽ വേദപുസ്തകം പറയുന്നു, പുതിയതിൻ്റെ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ രക്ഷകനായ യേശു കർത്താവിനെ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകും. അതാണ് കാനാവിലെ കല്യാണ വീട്ടിൽ അനുഭവിച്ചത്. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നുപോയി. വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ യേശു കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അവർക്ക് നൽകി. അവർ പുതിയ വീഞ്ഞ് ആസ്വദിച്ചിട്ട് പറയുകയാണ്, ഇത്ര നല്ല വീഞ്ഞ് ഇതുവരെ നീ എങ്ങനെ സൂക്ഷിച്ചു വെച്ചു. യേശു കർത്താവ് നൽകുന്ന പുതിയ അനുഭവം അത് ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിക്കാത്ത അനുഭവമാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത അനുഭവമാണെന്ന തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് കാൽവരി ക്രൂശിലെ ആ ക്രൂശിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കോണം നമുക്കിടയെത്തിരിക. അതുകൊണ്ട് പറയുകയാണ്, നമ്മൾ യേശു കർത്താവിൻ്റെ സ്വാതന്ത്ര്യം, ഫ്രീഡം, യേശുവിനുള്ള ക്രൈസ്റ്റുള്ള ഫ്രീഡം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എൻ്റെ പഴയ അനുഭവങ്ങളെ വിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരുവാൻ നമ്മൾ ഇടയാകണം. ചോദിക്കും, ഞാൻ യേശുവിൻ്റെ അടുത്തല്ലേ? യേശുവിനെ അറിയുന്നവരല്ലേ? മർത്തോമക്കാരല്ലേ? മർത്തോമ പള്ളിയിൽ മാമോദിസ മുങ്ങി ഇത്രയും വർഷം ഞാൻ ഈ പള്ളിയിൽ ആരാധിച്ചു വരുന്നവരല്ലേ? ഒറ്റ ചോദ്യം, യേശുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞിട്ടുണ്ടോ? ക്രൈസ്റ്റ്, ഐ നോ ജീസസ്. അതിനപ്പുറം എൻ്റെ ഉള്ളിൽ യേശുവിന് ക്രൈസ്റ്റ് നൽകുന്ന സ്ഥാനമെന്താ? ഞാൻ യേശുവിനെ എത്രമാത്രം ചേർത്ത് പിടിക്കുന്നെങ്കിൽ അവൻ നമുക്ക് നൽകുന്ന പുതിയ എക്സ്പീരിയൻസ് അത് ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടുള്ള നമ്മുടെ ഓൾഡ് എക്സ്പീരിയൻസിനേക്കാളൊക്കെയോ എത്രയോ വലുതാണെന്ന് യേശു കർത്താവ് പറയുകയാണ്. പുതുക്കപ്പെടുമ്പോഴാണ് യേശുവിനെ യഥാർത്ഥമായി അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയെത്തിരിക. അതുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റികൾ മാറ്റമുണ്ടാകണം. യേശു കർത്താവ് നമ്മുടെ പ്രയോറിറ്റി ആകണം. യേശു എൻ്റെ പ്രൈമറി പ്രയോറിറ്റി ആണെങ്കിൽ എൻ്റെ എല്ലാ വഴികളിലും യേശുവിനെ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയെത്തിരും. പ്രിയപ്പെട്ട ദൈവജനമേ, അപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നമ്മുടെ തലകളെ വണക്കാം. ശ്രീമതി ഗ്രേസി വർഗീസ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം.